Today we have to discuss about the design of spur gear. The first problem is, it is required to design a pair of spur gear with 20-degree full depth involute teeth consisting of a 20 teeth pinion meshing with the 50 teeth gear. The pinion shaft is connected to a 25 kilowatt 1500 rpm electric motor. The starting torque of the motor can be taken as 150% of the rated torque. The material of the pinion is plain carbon steel while gear is made up of grey casting. അപ്പോൾ ഇത് ഡിസൈൻ ഓഫ് സ്പർ ഗിയർ ആണ്. അപ്പോൾ സ്പർ ഗിയറിന് രണ്ട് കേസുകളാണല്ലോ, ഒന്ന് ഡയമീറ്റർ തരുന്ന കേസുകളും ഒന്ന് ഡയമീറ്റർ തരാത്ത. ഈ ക്വസ്റ്റ്യനിൽ എവിടെയും ഡയമീറ്ററിനെ കുറിച്ച് സ്പെസിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് ഇത് ഡയമീറ്റർ അൺനോൺ ആയ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഡയമീറ്റർ അൺനോൺ ആകുന്ന രീതി ചെയ്യുന്ന ഡിസൈൻ അല്ല ഡയമീറ്റർ നോൺ ആകുന്ന ക്വസ്റ്റ്യനിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡയമീറ്റർ അൺനോൺ ആണ്, തന്നിട്ടില്ല എങ്കിൽ ഇഫ് ദ ഡയമീറ്റർ ഈസ് അൺനോൺ ഈ പറയുന്ന സ്റ്റെപ്പുകളാണ് ഇനി ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 20 ഡിഗ്രി ഇൻവല്യൂട്ട് എന്ന് തന്നിരിക്കുന്നത് അതിൻ്റെ പ്രഷർ ആംഗിളാണ്. അപ്പോൾ ആൽഫ ഈസ് 20 ഡിഗ്രി, അത് ഇൻവല്യൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സ്പർ ഗിയറിൻ്റെ പ്രഷർ ആംഗിൾ നിങ്ങൾക്ക് തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം എത്ര ആണെന്ന്, 20 ഡിഗ്രി ഇൻവല്യൂട്ടാണെന്ന്. 3 എണ്ണമാണുള്ളത്, ഒന്ന് 14.5 ഇൻവല്യൂട്ട്, അടുത്ത 20 ഡിഗ്രി ഇൻവല്യൂട്ട്, 20 ഡിഗ്രി സ്റ്റബ്. ഇത് ഈ മൂന്നിൽ ഏത് വേണമെങ്കിലും നമുക്ക് അസ്യൂം ചെയ്യാം. നമുക്ക് പൊതുവേ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ 20 ഡിഗ്രി ഇൻവല്യൂട്ട് അസ്യൂം ചെയ്യും. ഇവിടെ തന്നിട്ടുണ്ട് അതായത്. ഇനി പിനിയനെ നമ്മൾ സഫിക്സ് 1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഗിയറിനെ നമ്മൾ 2 എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് പിനിയൻ്റെ ടീത്തുകളുടെ എണ്ണം തന്നിട്ടുണ്ട്, 20 ടീത്ത് പിനിയൻ. അപ്പോൾ Z1 ഈസ് ഈക്വൽ ടു 20. ഗിയറിൻ്റെ ടീത്തുകളുടെ എണ്ണം തന്നിട്ടുണ്ട് 50. ഇനി ഈ രണ്ട് ടീത്തുകളും ഇല്ല എന്നുണ്ടെന്ന ക്വസ്റ്റ്യനുകളാണ് എങ്കിൽ, ഇപ്പോൾ ഡയമീറ്ററും ഇല്ല, നമുക്ക് ഇതുമില്ല, ടീത്തുകളുടെ എണ്ണവും തന്നിട്ടില്ലെന്ന് വിചാരിക്കും. അപ്പോൾ ഡയമീറ്റർ അൺനോൺ ആകുന്ന ക്വസ്റ്റ്യന് ടീത്തും അൺനോൺ ആകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ടീത്ത് എന്ത് ചെയ്യണം, അസ്യൂം ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടീത്ത് അസ്യൂം ചെയ്യാം, ഏതാണ്, പിനിയൻ്റെ ടീത്ത് 20 ആണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം. ഇവിടെ എല്ലാം തന്നിരിക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ പവർ 25 കിലോവാട്ട് ആണ്, സ്പീഡ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്, പിനിയൻ്റെ 1500 rpm. പിന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ദ സ്റ്റാർട്ടിംഗ് ടോർക്ക്. ഇവിടെ ടോർക്ക് എന്ന് പറയുന്നത് നമ്മൾ ടി കൊണ്ടാണ് സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ സ്പർ ഗിയറിൻ്റെ ഡിസൈനിൽ ടോർക്കിനെ നമ്മൾ ഡേറ്റാ ബുക്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ എം സഫിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് ദ മോട്ടർ ക്യാൻ ബി ടേക്കൺ ആസ് 150% ഓഫ് ദ റേറ്റഡ് ടോർക്ക്. എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ടോർക്ക്, അതാണ് സ്റ്റാർട്ടിംഗ് ടോർക്കാണ് എം ടി മാക്സിമം. അത് എത്ര മടങ്ങ് കൂടുതലാണ്, 1.5 ടൈംസ് ഓഫ് ടോർക്ക്. അപ്പോൾ 1.5 ഇൻറ്റു എം ടി, ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇത് തന്നിട്ടില്ലായിരുന്നെങ്കിൽ എം ടി എന്നുള്ളത് മതിയായിരുന്നു. ഇവിടെ അങ്ങനെ തന്നിട്ടുണ്ട്, സ്റ്റാർട്ടിംഗ് ടോർക്ക് 150% കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് എം ടി മാക്സ് ഇസ് ഈക്വൽ ടു 1.5 എം ടി. ഇനി നമ്മൾ എല്ലായിടത്തും എം ടി വരുന്നിടത്ത് ഏതേ യൂസ് ചെയ്യാവുള്ളൂ, എം ടി മാക്സ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. എം ടി മാക്സ് മീൻസ് ടോർക്ക് എന്നുള്ളതാണ്. ഇനി മെറ്റീരിയൽ ഓഫ് ദ പിനിയൻ തന്നിട്ടുണ്ട് പ്ലെയിൻ കാർബൺ സ്റ്റീൽ എന്നും, ഗിയർ എന്ന് പറയുന്നത് എത്രയാണ്, ഗ്രേ കാസ്റ്റ് ആണെന്നും. ഇത് തരാത്ത കേസാണെങ്കിൽ നിങ്ങൾ പിനിയനും ഗിയറിനും ഒരു മെറ്റീരിയൽ അങ്ങ് സെലക്ട് ചെയ്താൽ, അതായത് ഗ്രേ കാസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്യാൽ മതി. ഈ പിനിയൻ്റെ മെറ്റീരിയൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഗിയർ റേഷ്യോ ആണ്. നമുക്കറിയാം ഗിയർ റേഷ്യോ മീൻസ് റേഷ്യോ ബിറ്റ്വീൻ ദ ഡ്രൈവർ ആൻഡ് ദ ഡ്രിവൺ. അപ്പോൾ ഇവിടെ എപ്പോഴും ഡ്രൈവർ പിനിയൻ ആണ്. അപ്പോൾ പിനിയൻ ബൈ എന്തെടുക്കണം, ഗിയർ എടുക്കണം. ദാറ്റ് ഈസ് N1 ബൈ N2. അതിൻ്റെ റെസിപ്രോക്കലാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്, ടീത്ത് വെച്ച് വരുമ്പോൾ പറയുന്നത്. അപ്പോൾ N1 ബൈ N2 ഈസ് ഈക്വൽ ടു Z2 ബൈ Z1. ഈ ടീത്തും ഡയമീറ്റർ സെയിം ടേംസ് ആണ്. N1 ബൈ N2 Z2 ബൈ Z1 എന്ന് എഴുതാം, അല്ലെങ്കിൽ D2 ബൈ D1 എന്ന് എഴുതാം. അത് ടീത്തും ഡയമീറ്റർ തമ്മിൽ സെയിം ആണ്, പക്ഷേ ഇത് ഓപ്പോസിറ്റേ വരത്തുള്ളൂ. അപ്പോൾ N1 ബൈ N2 ഈസ് ഈക്വൽ ടു Z2 ബൈ Z1. അവിടുന്ന് N1 തന്നിട്ടുണ്ട് 1500, N2 അറിയത്തില്ല, Z2 50, Z1 20. അപ്പോൾ നമുക്ക് N2 കിട്ടിയ എത്രയാണ്, 600 rpm. സ്പർ ഗിയറിൻ്റെ ഡിസൈനിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐഡൻറ്റിഫൈ ദ വീക്കർ പാർട്ട്. അത് ഡയമീറ്റർ അൺനോൺ ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഏത് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇത് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഐഡൻറ്റിഫൈ ദ വീക്കർ പാർട്ട്, പിനിയൻ ആണോ ഗിയർ ആണോ എന്ന് യൂസ് ചെയ്യണം. അതിന് നമ്മൾ കാണുന്നതാണ് ലൂയിസ് ഫോം ഫാക്ടർ. ഒരു ഗിയർ ടീത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പിനിയനാണോ ഗിയർ ആണോ വീക്കർ പാർട്ട് അറിയുന്നതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ഇത് യൂസ് ചെയ്യുന്നത് ലൂയിസ് ഫോം ഫാക്ടറാണ്. അപ്പോൾ Y ഈസ് ഈക്വൽ ടു 0.154 മൈനസ് 0.912 ബൈ Z. അത് പേജ് നമ്പർ 204-ൽ 12.5 ഡിയിൽ കിടപ്പുണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യുക. ഇത് എടുക്കാനുള്ള കാരണം ഇത് 20 ഡിഗ്രി ഇൻവല്യൂട്ട് ടീത്തിൻ്റെയാണ്. ഇതിന് തൊട്ട് മേളിൽ കിടക്കുന്നത് 14.5 ഇൻവല്യൂട്ടിൻ്റെയാണ്. ഈ ഇക്വേഷന് തൊട്ട് താഴെ കിടക്കുന്നത് 20 ഡിഗ്രി സ്റ്റബ് ടീത്തിനാണ്. നമുക്കിവിടെ ഇൻവല്യൂട്ട് 20 ഡിഗ്രി ഇൻവല്യൂട്ടാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്തത്. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, Y1 ഫോം ഫാക്ടർ ഫോർ പിനിയൻ കാണുന്നു. Z1ൻ്റെ അവിടെ Z1 ആവും, അത് 20 ഇട്ട് കൊടുക്കുന്നു, 0.1084 കിട്ടുന്നു. അതുപോലെ തന്നെ അതേ ഇക്വേഷൻ തന്നെ Zൻ്റെ അവിടെ Z2 ആവും, Z2 50 ആണ്, അപ്പോൾ നമുക്ക് 0.1357 കിട്ടി. അപ്പോൾ ഫോം ഫാക്ടർ ഫോർ പിനിയനും കിട്ടി, ഫോം ഫാക്ടർ ഫോർ ഗിയറും കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് കാണണം, ഫോം ഫാക്ടർ കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സ്ട്രെങ്ത് ഫാക്ടർ. അപ്പോൾ സ്ട്രെങ്ത് ഫാക്ടർ കാണാൻ വേണ്ടി നമുക്ക് സ്ട്രെങ്ത് ഫാക്ടർ കാണാൻ ഫോം ഫാക്ടറിനെ അലോബിൾ സ്ട്രെസ് കൊണ്ട് എന്ത് ചെയ്യണം,
മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ അലോബിൾ സ്ട്രെസ് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ മെറ്റീരിയലിൽ നിന്നാണ് കിട്ടുന്നത്. ആ മെറ്റീരിയലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അലോബിൾ സ്ട്രെസ് ടേബിൾ 12.7 പേജ് നമ്പർ 234 നിന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് പിനിയൻ ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റീലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാർബൺ 13 എടുക്കാം. അസ്യൂം ചെയ്യാം കാർബൺ 13. അടുത്ത സിഗ്മ D1 എത്ര? 220.6. മറ്റേത് ഗ്രേ കാസ്റ്റേൺ ആണ്, ഹീറ്റ് ട്രീറ്റഡ് ആയിട്ടുള്ളത് നമുക്ക് എടുക്കാം. അത് എത്രയാണ്? 78.5 മെഗാന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. മെഗാന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ mm സ്ക്വയർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കുക? സ്ട്രെങ്ത് ഫാക്ടർ ഫോർ പിനിയൻ Y1 ഇൻറ്റു സിഗ്മ D1 നമുക്ക് എത്ര കിട്ടി? 23.91. സ്ട്രെങ്ത് ഫാക്ടർ ഫോർ ഗിയർ Y2 ഇൻറ്റു സിഗ്മ D2 ഇട്ട് കൊടുക്കുന്നു, നമുക്ക് എത്ര കിട്ടി? 10.6. ഈ രണ്ട് വാല്യൂ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സ്ട്രെങ്ത് ഫാക്ടർ ഫോർ ഗിയർ എന്താണ്? കുറവാണ് പിനിയനെ അപേക്ഷിച്ച്. സോ ദ ഡിസൈൻ ഈസ് ബേസ്ഡ് ഓൺ ഗിയർ. ആരാണോ കുറവ്, ഏതാണോ വീക്കർ പാർട്ട്, അത് വെച്ചിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. ഇനി നമ്മൾ ഗിയറാണ് ഡിസൈൻ ചെയ്യുന്നത്, അപ്പോൾ ഗിയറിൻ്റെ പാരാമീറ്റേഴ്സ് മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ സെക്കൻഡ് സ്റ്റെപ്പ് മൊഡ്യൂളാണ്. ഇവിടെയാണ് ഒരു മാറ്റം ഉണ്ടാകുന്നത്. ഡയമീറ്റർ അൺനോൺ ആണെങ്കിൽ മൊഡ്യൂളിൻ്റെ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഡയമീറ്റർ നോൺ ആണെങ്കിൽ ഈ നിങ്ങൾക്കറിയാം ഈ പേജ് നമ്പർ 204 12.5bയിൽ ഈ എമ്മിന് രണ്ട് പാർട്ടായിട്ടുള്ള ഇക്വേഷനാണ്. ഞാൻ എടുത്തിരിക്കുന്ന ഈ ഇക്വേഷനാണ് നമ്മൾ ഡയമീറ്റർ അൺനോൺ ആണെങ്കിൽ എടുക്കേണ്ടത്. എന്നാൽ ഡയമീറ്റർ നോൺ ആണെങ്കിൽ ഇതിൻ്റെ അടുത്തുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചൂസ് ചെയ്യേണ്ടത്. സോ M ഈസ് ഈക്വൽ ടു 2mt ബൈ സിഗ്മ D ഇൻറ്റു CV ഇൻറ്റു K ഇൻറ്റു ക്യാപിറ്റൽ Y ഇൻറ്റു Z⁻1/3 ആണ്. ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് MT കാണണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പവർ ഈസ് ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു ഒമേഗ. ഇവിടെ ടോർക്കിനെ MT എന്നാണ് റെപ്രസെൻറ്റ്. അപ്പം MT ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയും? പവർ ബൈ ഒമേഗ. നമ്മൾ ജനറൽ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് പവറിനെ നമ്മൾക്ക് കിലോ വാട്ടിന് എന്താകണം? വാട്ട്സ് ആക്കണം. 25 ഇൻറ്റു 10⁻³ ബൈ ഒമേഗ 2πn/60. N ഇവിടെ എത്രയാണ്? 600 RPM. എടുക്കാനുള്ള കാരണം ഗിയറിൻ്റെ മാത്രമേ ഇനി എടുക്കാവുള്ളൂ. ഗിയറിൻ്റെ സ്പീഡാണ് 600. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 397.8 ന്യൂട്ടൺ മീറ്റർ. നമുക്കെല്ലാം MM-ലാണ് വേണ്ടത്. 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താക്കി? ന്യൂട്ടൺ MM. ഓക്കെ, നെക്സ്റ്റ് MT മാത്രം കിട്ടിയാൽ പോരാ. കാരണം ഈ ഒരു ക്വസ്റ്റ്യനിൽ MT മാക്സ് കാണണം. കാരണം എന്താ? 1.5 ടൈംസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് MT മാക്സ് ഈസ് ഈക്വൽ ടു 1.5 MT. യു വിൽ ഗെറ്റ് 596820 ന്യൂട്ടൺ MM. ഇനി നമുക്ക് വേണ്ട ഒരു കാര്യമാണ് K. നമുക്ക് അവിടെ നിന്ന് തന്നെ പറയുന്നുണ്ട് K അസ്യൂം ചെയ്യണം. K B/M ഈസ് ഈക്വൽ ടു നമ്മൾ എത്ര ആയിട്ട് അസ്യൂം ചെയ്യുന്നു? 11 എന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ K ഈസ് ഈക്വൽ ടു B/M 11 ആണ്. അപ്പോൾ B ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടുന്ന് എങ്ങനെ എഴുതാം? 11M എന്നും കൂടെ ഒന്ന് എഴുതിയിട്ടിരിക്കാം. ഓക്കെ, നമ്മുടെ റിലേഷൻ ഒന്നിട്ട് എഴുതിയിട്ടിരിക്കാം. അപ്പോൾ ഇനി CV ട്രയലിന് വേണ്ടി CV കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റിയുടെ ഫാക്ടറാണ്. ഒരു ട്രയലിന് വേണ്ടി നമുക്ക് എത്ര ആയിട്ട് അസ്യൂം ചെയ്യുക? 0.5 ആയിട്ട് അസ്യൂം ചെയ്യുക. ക്യാപിറ്റൽ Y എന്ന് പറയുന്നത് നമ്മുടെ കടപ്പുണ്ട് പൈ ഇൻറ്റു Y എന്നാണ്. Y സ്മോൾ ഫോം ഫാക്ടറാണ്. അപ്പോൾ പൈ ഇൻറ്റു ഫോം ഫാക്ടർ ഫോർ ഗിയർ 0.1357. നമുക്ക് എത്ര കിട്ടി? ക്യാപിറ്റൽ Y 0.426. അപ്പോൾ നമുക്ക് MT കിട്ടി. MT എടുക്കുമ്പോൾ ഓർത്തോണം MT മാക്സേ ഇടാവുള്ളൂ ഇവിടെ. പിന്നെ സിഗ്മ D നമുക്ക് ഓൾറെഡി അറിയാം. CV നമ്മൾ ട്രയലിന് 0.5 അസ്യൂം ചെയ്തു. K നമ്മൾ അസ്യൂം ചെയ്തു 11 എന്ന്. ക്യാപിറ്റൽ Y നമ്മൾ ഇത് കിട്ടി 0.426 എന്ന് കിട്ടി. Z ഓൾറെഡി നമുക്ക് എന്താ അറിയാം? Zൻ്റെ വില നമുക്ക് ഓൾറെഡി അറിയാം. അത് എത്രയാണ്? 50 ആണെന്ന്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് M സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന 5.22. ഇത് നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. പേജ് നമ്പർ 229 പോയിട്ട് ടേബിൾ 12.2 പോയിട്ട് സ്റ്റാൻഡേർഡ് മൊഡ്യൂൾ നമ്മൾ കണ്ടു. അപ്പോൾ 5.22 കഴിഞ്ഞാൽ പ്രിഫേർഡ് നോക്കണം. ചോയ്സ് 1 ചോയ്സ് 2 നോക്കേണ്ടത്. പ്രിഫേർഡ് എന്ന് പറയുന്ന കോളത്തിൽ 5 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 6 ഉള്ളൂ. അപ്പോൾ 5.22 കഴിയുമ്പോൾ തൊട്ട് മേലുള്ള എടുക്കാൻ പറ്റും. അപ്പോൾ മൊഡ്യൂൾ എത്ര ആയിട്ട് എടുത്തു? 6 ആയിട്ട് എടുത്തു. ഇനി അപ്പോൾ നമുക്ക് മൊഡ്യൂൾ കിട്ടി എത്ര? 6mm. മൊഡ്യൂൾ ഈസ് ഈക്വൽ ടു 6mm. അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറയുന്നത് നമുക്ക് ഈ മൊഡ്യൂൾ കിട്ടിയത് വെച്ചിട്ട് സിഗ്മ D എന്നൊരു ചെക്ക് ഫോർ സിഗ്മ D നമുക്ക് വീണ്ടും കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കുന്ന സിഗ്മ D നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന സിഗ്മ D ഫോർ ഗിയർ ഉണ്ട് എത്ര? 78.5. അതിനേക്കാൾ കുറവാണെങ്കിൽ നമ്മുടെ ഡിസൈൻ സേഫ് ആണ്, അല്ലെങ്കിൽ ഡിസൈൻ എന്താണ്? അൺസേഫ് ആണ്. അപ്പോൾ അതിനുവേണ്ടി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് പിനിയനും കാണണം, ഗിയറും കാണണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇക്വേഷൻ പേജ് നമ്പർ 203 നിന്ന് 12.1D ഇക്വേഷൻ എടുക്കുന്നു. M ഈസ് ഈക്വൽ ടു എന്താ? മൊഡ്യൂൾ ഈസ് ഈക്വൽ ടു D/Z എന്നാണ്. അവിടുന്ന് D ഈസ് ഈക്വൽ ടു എന്താ? M ഇൻറ്റു Z. അപ്പോൾ നമ്മൾ ആദ്യം പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് പിനിയൻ M ഇൻറ്റു Z1 6 ഇൻറ്റു 20 120 mm. പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് ഗിയർ M ഇൻറ്റു Z2 6 ഇൻറ്റു 50 എത്ര കിട്ടി? 300 mm. ഇനി ഫേസ് വിഡ്ത്ത് നമുക്ക് നേരത്തെ അറിയാം 11M എന്നാണ്. അപ്പോൾ 11 ഇൻറ്റു 6 എത്ര? 66. ഇനി അടുത്ത റിലേഷൻ നമ്മൾ എടുക്കുക. ടാൻജൻഷ്യൽ ഫോഴ്സ് FT ഈസ് ഈക്വൽ ടു സിഗ്മ D ഇൻറ്റു C ഇൻറ്റു VB ഇൻറ്റു B ഇൻറ്റു Y ഇൻറ്റു M. അപ്പം 204 ഇക്വേഷൻ 12.5A നിന്നാണ് ഇക്വേഷൻ യൂസ് ചെയ്തത്. ഇനി നമ്മൾ ഒരു കാര്യം ഓർത്തോണം, നമ്മൾ അസ്യൂം ചെയ്ത ഒരു പാരാമീറ്ററാണ് CV 0.5. അത് ഒരിക്കലും ഇവിടെ ഇടാൻ പാടില്ല.
വൈ നമുക്ക് ഡയറക്റ്റ് കിട്ടിയതാണ്, എം നമ്മളിപ്പോൾ 6 എന്ന് കിട്ടിയിട്ടുണ്ട്, ബി നമ്മൾ 66 എന്ന് എടുത്തിട്ടുണ്ട്, സിഗ്മ ഡി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടി സി വി അറിയുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം വെലോസിറ്റി കാണും. ആരുടെ? ഗിയറിൻ്റെ വെലോസിറ്റി എന്താ? പൈ ഡി എൻ ബൈ 60, പൈ ഡി ടു എൻ ടു ബൈ 60 ഇട്ട് കൊടുത്ത് നമുക്ക് 9424.77 mm/s എന്നാണ്. നമ്മൾ അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യും. വെലോസിറ്റി മാത്രം മീറ്റർ പെർ സെക്കൻഡിലായിരിക്കണം. അത് കൺവേർട്ട് ചെയ്ത് എത്രയായി? 9.42 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വെലോസിറ്റി 8 മീറ്റർ പെർ സെക്കൻഡിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് സി വി കണ്ടുപിടിക്കാൻ 4.58/4.58+. ഇത് എവിടെയുണ്ട്? പേജ് നമ്പർ 203ൽ 12.6 ബിയിലുണ്ട്, ഓരോ വെലോസിറ്റിക്ക് അനുസരിച്ചുള്ളത്. അപ്പോൾ നമ്മുടെ 8 മീറ്റർ പെർ സെക്കൻഡിനേക്കാൾ വെലോസിറ്റി കൂടുതലായതുകൊണ്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. ഇതിലിടുമ്പോൾ നമുക്ക് സി വി എത്ര കിട്ടും? 0.327. ഇതാണ് നമുക്ക് സി വി ആയിട്ട് ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യേണ്ടത്? ഇടേണ്ടത്. അല്ലാതെ ട്രയൽ എടുത്ത 0.5 അല്ല, അതൊരു ട്രയലിന് വേണ്ടി മാത്രം നമ്മൾ എടുത്തതാണ്. നെക്സ്റ്റ് എഫ് ടി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്ത്? 2mt/d. അപ്പോൾ 2 × mt നമുക്ക് നേരത്തെ അറിയാം, mt മാക്സ് എടുക്കാവുള്ളൂ. ഡി ഡയമീറ്റർ ഓഫ് ഗിയർ 300, അത് നമുക്ക് എത്ര കിട്ടി? 3978.8 ന്യൂട്ടൺ എന്ന് കിട്ടി. അപ്പോൾ എഫ് ടി ഈസ് ഈക്വൽ ടു സിഗ്മ ഡി ഇൻറ്റു സി വി ഇൻറ്റു ബി ഇൻറ്റു വൈ ഇൻറ്റു എം. എഫ് ടി അറിയാം, സിഗ്മ ഡി നമുക്ക് വേണ്ടി കണ്ടുപിടിക്കേണ്ടതാണ്. നേരത്തെ സിഗ്മ ഡി എടുക്കരുത്. സി വി 0.3271, ബി നമുക്ക് 66, വൈ ക്യാപിറ്റൽ വൈ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 0.426 എന്ന്. എം എന്ന് പറയുന്ന മൊഡ്യൂൾ എത്രയാണ്? 6. അപ്പോൾ അവിടെ നമുക്ക് സിഗ്മ ഡി കിട്ടുന്നതാണ് എന്ത്? 72.10 ന്യൂട്ടൺ പെർ mm², അല്ലെങ്കിൽ മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ നമ്മുടെ യഥാർത്ഥ വാല്യൂ 78.5, അതിനേക്കാൾ എന്താണ്? കുറവായതുകൊണ്ട് ഡിസൈൻ എന്താ? സേഫ്. അല്ലെങ്കിൽ ഡിസൈൻ എന്താ? അൺസേഫ് ആണ്. സി വി എന്നുള്ള ട്രയൽ വാല്യൂ നമ്മൾ 0.5 അത് 0.6 വല്ലോ ആക്കി നമ്മൾ വീണ്ടും ആ സ്റ്റെപ്പ്, അവിടെ മുതലുള്ള സ്റ്റെപ്പ് എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം, ഡിസൈൻ സേഫ് ആകുന്നിടം വരെ. സമയമില്ലെങ്കിൽ നിങ്ങൾ ഡിസൈൻ അൺസേഫ് എന്ന് എഴുതി അങ്ങ് വെട്ടിയാൽ മതി. ഇനി ഡിസൈൻ സേഫ് ആവുകയാണെങ്കിൽ ടേബിൾ 12.3 പേജ് നമ്പർ 229 പോയി കുറച്ച് പാരാമീറ്റർ അവിടെ ഉണ്ട്. അഡെൻഡം ഈസ് ഈക്വൽ ടു എം. എം എന്ന് പറഞ്ഞാൽ എന്തോ മൊഡ്യൂൾ നമുക്കറിയാം 6 mm. ഡിഡെൻഡം 1.25 മൊഡ്യൂൾ 1.25 × 6 cm. ടൂത്ത് തിക്നെസ്, വർക്കിംഗ് ഡെപ്ത്, ഹോൾ ഡെപ്ത്, ക്ലിയറൻസ്, ഇതെല്ലാം ഇങ്ങനെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്തിട്ട് ഇതെല്ലാം എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഇതാണ് നമ്മളുടെ സ്റ്റെപ്പ്. ഇഫ് ദ ഡയമീറ്റർ ഈസ് അൺനോൺ ആണെങ്കിൽ സ്പർ ഗിയർ. ഇനി ചെക്ക് ഫോർ ഡൈനാമിക് വിയർ ആൻഡ് ടൂത്ത് വിയർ എന്ന് ചോദിക്കുവാണെങ്കിൽ ഇവിടം കൊണ്ട് തീരുന്നില്ല, 2-3 സ്റ്റെപ്പും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. ഈ ക്വസ്റ്റിനകത്ത് അത് പറയാത്തത് കൊണ്ട് ചെക്ക് ഫോർ വിയറും ചെക്ക് ഫോർ ഡൈനാമിക് ലോഡും നമ്മൾ എന്ത് ചെയ്യേണ്ട? കാണേണ്ട ആവശ്യം ഇല്ല. ഇവിടെ കൊണ്ട് ഡിസൈൻ എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ചെയ്യുക. ഒരു കാര്യം ഓർത്തോണം, ഇവിടെ ഡയമീറ്റർ അൺനോൺ ആകുമ്പോൾ മൊഡ്യൂൾ കാണുന്നതിനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നത് ഈ ഇക്വേഷനാണ് എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. ഏതാ? എം ഈസ് ഈക്വൽ ടു 2mt/sigma d cv k y × z⁻1/3. എന്നാൽ ഡയമീറ്റർ നോൺ ആവുന്ന ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് കിടക്കുന്ന സാധനമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചൂസ് ചെയ്യേണ്ടത്. അത് ഞാൻ അടുത്ത സെഷനിൽ പറയാം.